പ്രധാനമായ ഒരു നിർദ്ദേശം നമ്മുടെ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാലാണ് നമുക്ക് കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ കിട്ടുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് നിർത്തിക്കൊള്ളുന്നു എന്നുള്ളതാണ് അന്നത്തെ ADCയിൽ എനിക്ക് കിട്ടിയ ഒരു കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചും പിന്നീട് നമ്മുടെ പുതിയ ഭരണസമിതിയുടെ ഒരു പോളിസി എന്നുള്ളതായിരിക്കും പദ്ധതി രൂപീകരണം വളരെ പെട്ടെന്നാക്കുക, ഫെബ്രുവരി മാസത്തിൽ തന്നെ പദ്ധതിക്കുള്ള അംഗീകാരം നേടിയെടുക്കുക എന്നുള്ള ഒരു പദ്ധതി വെച്ച് കണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അതനുസരിച്ച് പദ്ധതിയുടെ രൂപീകരണ ഘട്ടത്തിൽ നമ്മുടെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു വന്നിരിക്കും. നമ്മുടെ ഇതുവരെയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള പദ്ധതികളാണ് പറഞ്ഞത്. അവർ പറഞ്ഞ പദ്ധതികൾ അതേപോലെ തന്നെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കായക്കോട് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഒത്തിരി വേഗം കാര്യങ്ങൾക്ക് വേണം എന്നുള്ളത് വിവിധ ഗ്രാമസഭകളിൽ പങ്കെടുത്തപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പദ്ധതി രൂപീകരണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഭരണസമിതി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമസഭകൾ, പിന്നീടുള്ള വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൂട്ടങ്ങൾ, മറ്റുള്ള പ്രധാന സവിശേഷ ഗ്രാമസഭകൾ, ഇതൊക്കെ നമ്മൾ സമയബന്ധിതമായി പദ്ധതി രൂപീകരിക്കാനുള്ള കാര്യങ്ങൾക്ക് കടന്നു. അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ആദ്യത്തെ DPCയിൽ തന്നെ ഒന്നാമത്തായി പഞ്ചായത്തിൻ്റെ പദ്ധതികൾ അംഗീകാരം മേടിക്കുന്ന ഒരു പഞ്ചായത്തായി നമ്മളെല്ലാവരും കൂടി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മുടെ ADCയെ അറിയിക്കുക. ഇനിയിപ്പോൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി നമ്മുടെ അതത് സമയം ഏറ്റവും ഏർലിയസ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോഴാണ് അതിൻ്റെ നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത് തന്നെ നമ്മൾ നിർവഹണ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് അത് നമ്മളെ ഗുണഭോക്താക്കൾ പദ്ധതിയൊക്കെ വിശദീകരിച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിലെത്തി സമയബന്ധിതമായി തന്നെ നമ്മുടെ കാർഷിക വിളകൾക്കൊക്കെ ഒരു സമയമുണ്ട്. ആ സമയക്രമത്തിനനുസരിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കണം. കാരണം ആ ക്ലൈമറ്റിനെ ആർക്കും മാറ്റാൻ കഴിയില്ല. നമ്മൾ ആ ക്ലൈമറ്റിനോട് അങ്ങോട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. നമ്മുടെ കലണ്ടറും തീയതികളൊക്കെ വേറെയാണ്. നമ്മുടെ കാർഷിക കലണ്ടറുകളും അതിൻ്റെ നേരവും സമയം നാട്ടുകാരുകളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മൾ തയ്യാറായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷനൊക്കെ സാധിച്ചിട്ടുണ്ട്. പദ്ധതി വീതം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 80% പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി 20% നമുക്ക് ഇനി പദ്ധതികൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നിങ്ങളെല്ലാവരും കൂടിയാലോചിച്ച് ADCയുടെ തീരുമാനത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കാർഷിക രംഗത്ത് ഇങ്ങനെ ഒരു ആലോചന ഉണ്ട്, ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എങ്കിൽ അതിനുള്ള ഫണ്ടും പിന്നെ നമുക്ക് വകയിരുത്താനുള്ള പ്രൊവിഷനുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ കാര്യങ്ങളാണ് നമ്മുടെ പഞ്ചായത്തും കൃഷി വകുപ്പുമായുള്ള കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് ADC അറിയിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇവിടെ യോഗത്തിൻ്റെ ആചരണത്തെ സംബന്ധിച്ച് പറഞ്ഞു. അത് നമ്മൾ അത് കൂട്ടാൻ ശ്രമിക്കുക. കാരണം ഇതൊരു പാറ്റേൺ നമ്മൾ ഒരു അടിസ്ഥാനപരമായ ഒരു വർഗത്തിൻ്റെ ഒരു വിഷയത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ കുറഞ്ഞു പോയാൽ അതിനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അഭികാമ്യം. നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഒറ്റക്കല്ല, നമ്മളും നമ്മളെ ADC മെമ്പേഴ്സിനെ പഞ്ചായത്തിൽ നിന്ന് വിളിക്കാം. എന്നിട്ട് ഒരു സീരിയസ് ആകാൻ വേണ്ടി പറയണം. നമ്മൾ മാസം തന്നെ കൂടുക. 100 രൂപേൻ്റെ വിഷയമല്ല, നമ്മളൊരു ഭാഗവത്താക്കൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അങ്ങനെ തിരിഞ്ഞോളന്നില്ല. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഭവ ഒരു വിഷയത്തിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് 10-15 ആളുകൾക്ക് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഉള്ളടക്കത്തിൽ മാറ്റങ്ങൾ കാർഷിക മേഖലയെ അല്ലെങ്കിൽ കൃഷി അംഗങ്ങൾ വളരെ കുറവാണ്. കുറച്ചുകൂടെയൊക്കെ ആയതുകൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നത്. എന്നാലും നമ്മൾ വരുന്ന മാസങ്ങളിലൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരുപാട് ആളുകളുടെ പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ബിസിനസ് സെമിനാർ എന്നുള്ള പല ആക്ടിവിറ്റീസ് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രൊജക്റ്റ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംരക്ഷണ വകുപ്പിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ
ഷേപ്പ് വന്നു. അപ്പോൾ റിസപ്ഷൻ അങ്ങനെ ഇതിപ്പോൾ കുറച്ചും കളർ പിന്നെ പുല്ല് കൃഷി ഉണ്ടല്ലോ, തീറ്റപ്പുല്ല്, അതിന് നിർബന്ധമായി പ്രൊജക്റ്റെടുക്കണമെന്ന് DTC പറഞ്ഞു. നമ്മൾ 50,000 പേഴ്സൻ്റ് പക്ഷേ ഗുണഭോക്താക്കളില്ലാത്ത, പക്ഷെ അങ്ങനെ പറ്റില്ലാന്ന് അവർ പറഞ്ഞു. അപ്പോൾ മാസം ദിവസം അംഗനവാടി ടീച്ചർമാരും ആശാവർക്കർമാരും മെമ്പർമാരും ഒരു വാർഡിൽ കർഷകരായിട്ട് 10 ആളെ പങ്കെടുപ്പിക്കാൻ 10 ആളെ പങ്കെടുപ്പിക്കാൻ വേണ്ട 5 ആളെന്തായാലും പങ്കെടുക്കും. അപ്പോൾ നമ്മളോട് ADC മെമ്പർമാർ മുന്നിൽ കർഷകരെ ഇങ്ങനെ പറഞ്ഞാൽ ഈ കർഷകർക്ക് തന്നിട്ടുണ്ട്. ഒരു മാസം പഞ്ചായത്തിൻ്റെ എല്ലാവരും രാവിലെ 10 മണിക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാറ് ഇവരെ ഗ്രൂപ്പില്ല. ഇതൊക്കെ നമ്മളോട് കൂടുതൽ മെമ്പർമാർ തന്നാലും ADCക്ക് മെമ്പർമാർ എടുക്കാറുണ്ട്. പഞ്ചായത്തിക്ക് എല്ലാവരും കുറിച്ചിട്ട് എല്ലാവരും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അംഗനവാടി പഠിക്കുന്ന കൊടുക്കുമ്പോൾ അതിൻ്റെ ചുമതല അംഗനവാടി ടീച്ചർമാർ ഓരോ ഇവിടെ ഞാനിറങ്ങുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്താണ് കൂടെ നമ്മളോടെ അന്വേഷിച്ചപ്പോൾ ഒരു കിട്ടുന്ന കൊടുത്തു, അതുപോലെ ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഓരോന്നും കുറിച്ച് ഓരോന്നിൻ്റെ ചുമതല കൊടുക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടി ബന്ധപ്പെട്ട് പോകും. അതിൻ്റെ ചർച്ച ഫസ്റ്റ് ഇപ്പോൾ ഒരു അസുഖത വന്ന അപേക്ഷകൾ എല്ലാവർക്കും ലഭ്യമാക്കണം. നമ്മൾ എല്ലാ പ്രാവശ്യവും ആവശ്യപ്പെടുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബുദ്ധിമുട്ട് പ്രയാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മളിവിടെ വന്ന് അപേക്ഷകൾ ചോദിക്കുമ്പോൾ ഒരു അപേക്ഷക്കൂടെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷ ആടിക്കൃഷിക്ക് അപേക്ഷ കൊണ്ട് ഇൻഷുറൻസ് ചെയ്ത ആളുകൾ നമ്മളോട് പറഞ്ഞിട്ട് അപേക്ഷ വാങ്ങിക്കുകയാണ്. പക്ഷേ ഒരു മെമ്പറെടുത്ത് പറഞ്ഞിടാൻ നോക്കിയപ്പോൾ അവരെടുത്ത് അപേക്ഷ ചെയ്തിട്ടില്ല. നമ്മളടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു അപേക്ഷകളൊന്നും നമ്മളെടുത്തില്ല. അവസാനം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു അപേക്ഷ നമ്മൾ കൊടുക്കാത്ത ഒരാളുടെ വെട്ടി കളഞ്ഞിട്ട് മായ്ച്ച് കളഞ്ഞിട്ട് ഫോട്ടോസ് എടുത്തിട്ടാണ് അവർക്ക് കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരിടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക്